നമസ്കാരം. മതേതരത്വം പൂത്തുലയുന്ന നാടാണ് കേരളം. മതേതരത്വത്തിൻ്റെ പേരിൽ രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ പോലും അനുവദിക്കാത്ത നാട്. ഓപ്പറേഷൻ സിന്ദൂർ പ്രമേയമാക്കി ഒരുക്കിയ അത്തപ്പൂക്കളത്തിലും വന്ദേ ഭാരതിൽ ദേശഭക്തി ഗാനം പാടിയതിലും കേരളത്തിലെ മതേതർ എടുത്ത നിലപാട് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ സ്കൂൾ സമയം കഴിഞ്ഞ് നടത്തിയ ഗണപതി ഹോമം, ആ സ്കൂളിലെ മാനേജർക്ക് ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പ് നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷേ ഇതെല്ലാം ഹിന്ദുക്കളുമായി മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സംസ്ഥാനത്ത് പക്ഷേ ജിഹാദികൾക്കും മതപരിവർത്തന ലോബികൾക്കും മതേതരത്വത്തിൻ്റെ മതിൽക്കെട്ടുകളില്ലാതെ സ്വൈര്യവിഹാരം നടത്താം. സംസ്ഥാനത്തെ ജയിലുകളിൽ തടവുകാരായി എത്തുന്നവരെ മതം മാറ്റാനുള്ള തീവ്ര ശ്രമം ചില ക്രിസ്ത്യൻ സഭകൾ നടത്തുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. നടിയും നർത്തകിയുമായ ശാലു മേനോൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ചർച്ചയാകുകയാണ്. ജയിലിൽ ക്രിസ്തുമത പ്രചാരകർ നിരന്തരം പ്രാർത്ഥനയ്ക്കായി എത്തുമെന്നും ആ പ്രാർത്ഥനകളിൽ താൻ പങ്കെടുക്കുമായിരുന്നുവെന്നും ശാലു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നു. വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ എല്ലാവരും ചോദിച്ചത് മതം മാറുമോ എന്നായിരുന്നു. കാരണം പ്രാർത്ഥനകളെല്ലാം പഠിച്ചിരുന്നു. അന്നവർ തന്ന ബൈബിൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും ശാലു മേനോൻ പറഞ്ഞു. 2013 സോളാർ കേസിലെ മുഖ്യപ്രതിയുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ ശാലു അറസ്റ്റിലായത്. 49 ദിവസം ജയിലിലായിരുന്നു ശാലു മേനോൻ. ജയിലിലായ നാളുകളിലെ ഓർമ്മകളാണ് ശാലു മേനോൻ പങ്കുവച്ചത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ശാലു മേനോൻ മനസ്സ് തുറന്നത്. അന്ന് അമ്മയും അമ്മൂമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. എനിക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്തു നിന്നത് അമ്മയും അമ്മൂമ്മയും മാത്രമായിരുന്നു. എൻ്റെ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അത്രയും ദിവസങ്ങൾ അവർ എൻ്റെ വീട്ടിൽ വന്ന് അമ്മയെ കാണുമായിരുന്നു. അമ്മ എന്നെ കാണാൻ വരുമ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് സമാധാനമായിരുന്നു. അവരെല്ലാവരോടും ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും എന്നെ കാണാൻ വരരുത് എന്നാണ്. കാരണം ഇവർ വരാനിരിക്കുകയായിരുന്നു. അതൊക്കെ നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. അമ്മയിൽ നിന്ന് മാറി ഞാൻ നിന്നിരുന്നില്ല. എന്താകുമെന്ന പേടി അതിനാൽ അവർക്കുണ്ടായിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്നിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ കുറച്ചു ദിവസം കഴിഞ്ഞ് മാറാൻ തുടങ്ങി. ബോൾഡായി ജയിലിൽ നിന്ന് വന്ന് നേരെ ക്ലാസ് എടുക്കാനാണ് പോയത്. ആ സംഭവത്തിന് ശേഷമാണ് നൃത്തത്തിൽ സജീവമായത്. എന്തെങ്കിലും ചോദിക്കുമോ, ആൾക്കാർ കമൻറ്റ് ചെയ്യുമോ എന്നെല്ലാമുള്ള പേടി ജയിലിലായപ്പോൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ശക്തിയെന്ന് പറയാം. തിരിച്ചു വന്നപ്പോൾ ഇതൊക്കെ ഉള്ളിലുണ്ടെങ്കിലും ക്ലാസ് എടുത്ത് കുട്ടികളോട് സംസാരിച്ചു. പുറത്തിറങ്ങിയിട്ട് എനിക്ക് മോശം കമൻറ്റുകൾ വന്നിട്ടില്ല. അതിനുശേഷം പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. മോശം കമൻറ്റുകൾ ഉണ്ടായിട്ടില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നും ശാലു മേനോൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതേസമയം സീരിയലിലേക്ക് താൻ തിരിച്ചെത്തിയപ്പോൾ സഹപ്രവർത്തകരിൽ പലരും തന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചിട്ടുണ്ടെന്നും ശാലു മേനോൻ പറഞ്ഞു. നൃത്തരംഗത്താണ് ശാലു മേനോൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. നിരവധി സീരിയലുകളിൽ ശാലു മേനോൻ അഭിനയിച്ചിട്ടുണ്ട്. വിവാദങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ ആക്രമണം ശാലു മേനോൻ നേരിട്ടിട്ടുണ്ട്. ജയിലിനകത്ത് മതപരിവർത്തന ശക്തികളുടെ പ്രവർത്തനം ശക്തമായി തുടരുന്നു എന്നാണ് ശാലു മേനോന്റെ അഭിമുഖം വ്യക്തമാക്കുന്നത്. സർക്കാർ വകുപ്പിൽ ഇത്തരം ശക്തികളുടെ സ്വൈര്യവിഹാരം ആശങ്കയുണ്ടാക്കുന്നതാണ്. ജയിലിൽ മാത്രമല്ല, സർക്കാർ ആശുപത്രികളിലും വിദ്യാലയങ്ങളിലുമെല്ലാം ഇത്തരം സംഘങ്ങൾ ഇന്ന് കേരളത്തിൽ സജീവമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.